പാലോട് ഭർതൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഇന്ദുജയും ഭർത്താവ് അഭിജിത്തും തമ്മിൽ കുറച്ചുനാളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ദുജയെ അഭിജിത്ത് ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു. ശരീരത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകളുണ്ട്. അഭിജിത്തിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും അഭിജിത്ത് കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ദുജയുടെ മരണം അത് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനമാണുള്ളത്. അതേസമയം പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ മരണം സംഭവിക്കുന്നതിനും 2 ദിവസം മുൻപാണ് ഈ മുറിവുകൾ സംഭവിച്ചതെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നോ എന്ന സംശയമാണ്. അത്തരമൊരു കാര്യം തന്നെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. മർദ്ദിച്ചിരുന്നു, അതോടൊപ്പം തന്നെ ഇത് കൊലപാതകമെന്ന ഒരു ആരോപണം ഉയർത്തി ഇന്ദുജയുടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. സഹോദരിയുടെ മുഖത്ത് നേരത്തെ തന്നെ മുറിവുണ്ടായിരുന്നു എന്ന കാര്യം ഇന്ദുജയുടെ സഹോദരനും വ്യക്തമാക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഈ മുറിവ് കണ്ടു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ തട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സഹോദരി പറഞ്ഞതായും യുവാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 2 ജാതിയിൽപ്പെട്ടവരാണ് ഇന്ദുജയും അഭിജിത്തും. അതിനെ ചൊല്ലി ഇന്ദുജ താഴ്ന്ന ജാതിയാണ് എന്നതിനെ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു. അത്തരം ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ദുജയുടെ പഴയകാല ചില സൗഹൃദങ്ങളെ ചോദ്യം ചെയ്ത് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. 4 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. അത് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യുകയോ അങ്ങനെ ആയിരുന്നില്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുകയായിരുന്നു. അതിനുശേഷം അഭിജിത്തിന്റെ വീട്ടിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അങ്ങനെ അനുവദിച്ചിരുന്നില്ല. അഭിജിത്തോ വീട്ടുകാരോ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ദുജയുടെ വീട്ടുകാരെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് വരുത്തിയിരുന്നുമില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നതിനോടും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഏതായിരുന്നാലും പ്രതിയെ ഇപ്പോഴും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അശ്വതി, ശരി, എന്തായാലും ഇന്ദുജ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.